Hello everyone and welcome to Mehar'skitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റോളാണ്. എഗ് ആൻഡ് വെജ് ചൈനീസ് പരാഠ റോൾ. അപ്പോൾ മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് പൊറോട്ട ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്ക് പൊടി കുഴക്കുന്ന പോലെയാണ് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പോളം പൊടി എടുത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 4 മുട്ടയാണ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 4-5 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതെല്ലാം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് കാപ്സിക്കം, 1 കപ്പ് സവാള, ഇതെല്ലാം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊറാട്ട നമ്മൾ പരത്തിയെടുക്കണം. നമ്മൾ നോർമലി എങ്ങനെയാണ് ചപ്പാത്തി പരത്താറുള്ളത് അതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പൊറാട്ടാസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മളെ പൊറാട്ടാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ ഓയിൽ ഇട്ട് കൊടുക്കുന്ന ആവശ്യമില്ല. നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇത് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കളറും അധികം ചേഞ്ച് ആവാൻ പാടില്ല. ഇങ്ങനെ ബബിൾസ് കണ്ടു തുടങ്ങിയാൽ ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇത് നല്ലൊരു വൃത്തിയായ തുണി കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇത് കളർ മാറാതെയും കരിയാതെയും പ്രത്യേകമായി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എല്ലാ പൊറാട്ടാസും നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. 10-20 സെക്കൻഡ് വഴറ്റിയാൽ മതി. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം, കളറ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. 10-20 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു മണം വരും. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് എല്ലാ വെജിറ്റബിൾസും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാതും നല്ല മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഫുൾ കുക്കാവാൻ പാടില്ല. ഇത് ക്രഞ്ചി ആയിരിക്കണം. ഇതെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കേണ്ടത്. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണം. സോയാ സോസിലും ഉപ്പുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി. സോസ് എല്ലാം ഇതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ 4 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കയ്യിലെടുത്തിട്ട് അത് ഫുള്ള് നിറച്ചിട്ട് നമുക്ക് 1 സ്പൂണ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊറാട്ട ഉണ്ടാക്കിയ സൈസിൻ്റെ അത്ര മാത്രം അത് സ്പ്രെഡ് ചെയ്താൽ മതി, കുറേ വലുതാക്കണ്ട. ഫ്ലെയിം ഇവിടെ മീഡിയം ടു ലോയിലായിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പൊറാട്ട വെച്ച് കൊടുക്കാം. ഇനി ലൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് വരെ അതൊന്ന് വെച്ച് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് മറിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 30 സെക്കൻഡ് വരെ വേവിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാതും പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇനി സ്റ്റഫിങ്ങിലേക്ക് കിടക്കാം. ഓരോ പൊറാട്ടൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് റോൾ ചെയ്യണം. ആദ്യം ഒരു ഭാഗത്തുനിന്ന് റോൾ ചെയ്യുക, പിന്നെ മറ്റേ ഭാഗം റോൾ ചെയ്യുക. അങ്ങനെ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ആൻഡ് സെർവ് ചെയ്യാം. ഇത് നല്ല ജ്യൂസിയാണ്, നല്ല ക്രഞ്ചിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് താഴെ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.